അത് അത് ഭഗവാനോടുള്ള ഭക്തി കേട്ടോ. ഞാൻ നമ്മൾ സാധനാമാർഗം സ്വീകരിച്ചിട്ടൊന്നല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാറിന് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാനും വിചാരിച്ചു ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. പക്ഷെ എൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ സാറിനൊരു പാട്ടാണ് പാടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്ര വലിയ ഗായികയൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ എന്നെ എന്താ പറയുക, ഭഗവാൻ എനിക്ക് അടുപ്പിച്ചൊരു പാട്ടാണ്. അതെൻ്റെ ജീവിതം തന്നെയാണ്. അപ്പോൾ അതാണ് സാറിനുള്ള സമ്മാനം. അത് കഴിഞ്ഞ് ഞാൻ 2 വാക്ക് സംസാരിക്കാം. പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ മൈക്ക് ഇറക്കും. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്നും വിളിക്കുന്ന കല്ലൂരപ്പൻ, എൻ്റെ ഗുരുവായൂരപ്പൻ, ആ ഭഗവാന്റെ നടക്കിൽ വെച്ചിട്ട് തന്നെ അത് നടത്തി തന്നതിന് ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ശബ്ദം ഇടറ അങ്ങനെയൊക്കെ ഉണ്ടാവാം. എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷമിക്കുക. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, 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 കൃഷ്ണ കൃഷ്ണ ഹരേ. നാമം ജപിച്ചു ഞാൻ ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാമെൻ്റെ കഷ്ടനഷ്ടാദികളൊന്നുമേ അറിയാതെ കൃഷ്ണനാമത്തിൽ അലിഞ്ഞിരിക്കാം. എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ. നാമം ജപിച്ചു ഞാൻ ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാമെൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം. തൃപ്പാദപത്മങ്ങൾ പൂർത്തു വണങ്ങുമെൻ ആത്മാവിൻ നൊമ്പരം അങ്ങകറ്റൂ. തൃപ്പാദപത്മങ്ങൾ ഓർത്തു വണങ്ങുമെൻ ആത്മാവിൻ നൊമ്പരം അങ്ങകറ്റൂ. ശംഖുചക്രാദികൾ ഏന്തും കരങ്ങളാൽ ദുഃഖമകറ്റി അനുഗ്രഹിക്കൂ, ദുഃഖമകറ്റി അനുഗ്രഹിക്കൂ. കൃഷ്ണ കൃഷ്ണ ഹരേ. നാമം ജപിച്ചു ഞാൻ ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാമെൻ്റെ കഷ്ടനഷ്ടാദികളൊന്നുമേ അറിയാതെ കൃഷ്ണനാമത്തിൽ അലിഞ്ഞിരിക്കാം. എൻ്റെ ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം. നന്ദാത്മജ ശ്യാമവർണ്ണ, നന്ദാത്മജ ശ്യാമവർണ്ണ, കാളിന്തി തീരവിഹാരേ വൃന്ദാവനമൊരുക്കാം ഞാനെൻ്റെ ആത്മാവിലെന്നും. നിനക്കായി എൻ്റെ ആത്മാവിലെന്നും നിനക്കായി. കൃഷ്ണ കൃഷ്ണ ഹരേ. നാമം ജപിച്ചു ഞാൻ ശിഷ്ടജന്മത്തിൻ നാൾ കഴിക്കാമെൻ്റെ കഷ്ടനഷ്ടാദികളൊന്നുമേ അറിയാതെ കൃഷ്ണനാമത്തിൽ അലിഞ്ഞിരിക്കാമെൻ്റെ
ഇഷ്ടനാമത്തിൽ അലിഞ്ഞിരിക്കാം. കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ഈ ദിവസം ഫുള്ള് കിട്ടിയെന്ന് പറഞ്ഞു തീരില്ല. അപ്പോൾ എൻ്റെ 2018 നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രളയം കൊണ്ടുവന്നില്ലേ, അതുപോലെ തന്നെ 2018 ദൈവം എനിക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിന് ചിന്തിക്കില്ല. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നല്ല പരമാനന്ദത്തിൽ ജീവിച്ചു എന്നല്ല പറയണത്, ഉള്ളതിൽ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ 2018 ഇപ്പൊ സാർ ഈ പരിപാടി വെച്ചതിനും എന്നത്തെ എൻ്റെ ഇതിനും ഒക്കെ ഒരു കണക്റ്റാണ്. 6/8/18 അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതെന്താന്ന് വെച്ചാൽ അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്കൊരു മോള് മാത്രമാണ്. ഞങ്ങൾ നല്ല സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് അന്ന് ഒരു 6/8/18 ആ ദിവസം അന്ന് രാത്രി 12 വരെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരു 2 മണി നേരത്തെ ആൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 5 മിനിറ്റ് നേരെയുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവിടേക്ക് എത്തിക്കാനുള്ള സമയം ദൈവം നമുക്ക് തന്നില്ല. അങ്ങനെ നമ്മളുടെ കയ്യിൽ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുടെ ജീവൻ പോയി. അപ്പോൾ അതങ്ങനെ ഉണ്ടായി. ആള് മരിച്ചതിൻ്റെ ചടങ്ങനുബന്ധിച്ച് ഒരു 15 ദിവസം നമുക്ക് പുലവാരായ്മ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആ പ്രളയത്തിൽ ഡാമൊക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി, വീടിൻ്റെ അര ചുമര് വെള്ളമൊക്കെ കയറി. അങ്ങനെയും നഷ്ടം വരും. ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എല്ലാതും കൂടി ഒറ്റയടിക്കാൻ അങ്ങോട്ട് തന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി പ്രോബ്ലം അനുഭവിച്ചു. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരും, ECG എടുക്കണം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ടുപോവുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായി. പിന്നെ ഞാൻ ഈ ഭക്തിക്ക് എത്താൻ കാരണം ഞാൻ ഒരു ഡിസൈനറാണ്. നിങ്ങളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റും കാണും കണ്ണനെ അണിയിച്ചൊരുക്കി വിഗ്രഹങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ആ കണ്ണനെ വെറും ഒരു മോൾഡായി വരുന്ന ആളേനെ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി മുടിയൊക്കെ വരച്ച് ജീവൻ കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഡിസൈനറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഏട്ടൻ മരിക്കുമ്പോഴൊക്കെ അപ്പോഴൊന്നും ഞാൻ ഭഗവാനോട് ഒരു തമാശയ്ക്കൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നതല്ലാതെ ഭഗവാനോട് ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത വന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്നും കാലത്ത് വിളക്ക് വെച്ച് കണ്ണനോട് കാലത്തും വൈകിട്ടും വിളക്ക് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഏട്ടൻ മരിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അറിയാതെ കണ്ണനോട് ഭയങ്കര അടുപ്പായി. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറയും. ഒരു മിഠായി വാങ്ങിയ പോലും ഞാനത് കണ്ണന് വെച്ച് കൊടുക്കും. അങ്ങനെ കണ്ണനോട് എന്തെന്നില്ലാത്തൊരടുപ്പായി. അങ്ങനെയായിട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ല എന്നല്ല, ഉണ്ട്. പക്ഷേ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എല്ലാത്തിനും ഗുരുവായൂരപ്പൻ്റെ ഒരനുഗ്രഹം. ഞാൻ അച്ഛനും ആങ്ങളെയൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ മോളേനെ ആ കൊറോണ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളിലും ഗുരുവായൂരപ്പൻ ഇടപെട്ടിട്ട് എനിക്കൊരു 10 പൈസ കടമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കിയിട്ട് നടത്തി തന്നു. അപ്പോൾ നമ്മൾ വേറെ യോഗ ചെയ്തിട്ടോ അങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പോൾ ഭക്തിയിൽ കൂടിയാണ്, കൃഷ്ണൻ്റെ ഭക്തിയിൽ കൂടി അങ്ങനെ വന്നത്. എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗുരുവായൂരപ്പനെ കുറ്റം പറഞ്ഞിരുന്ന ആളാണ്.
മനസ്സിലായോ? അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ വിളിക്കണത് ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ വിളിക്കേണ്ടത്. ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന് നീണ്ട 40 വർഷത്തെ അനുഭവത്തിൽ കൂടെ സാറ് ഒരുപാട് അനുഭവിച്ച് ഇതാക്കി സാർ അതിനെ എന്താ പറയുക, ഉമുത്തിയിലിട്ടിട്ട് നീറ്റും തോറാണ് സ്വർണത്തിൻ്റെ പരിശുദ്ധി കൂടുക എന്ന് പറഞ്ഞ പോലെയാണ് സാർ അത്രയും ഡീപ്പായിട്ട് ആ പുസ്തകത്തിന് കുറേ ചില എഴുത്തുകാരൊക്കെ ഉണ്ടാവും കുറേ നീട്ടി വലിച്ചെഴുതി, അങ്ങനെയൊന്നല്ല. സാറ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് എഴുതിയിരുന്നത്. നമുക്ക് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം ഞാൻ സാറിനോട് സംസാരിച്ചിരുന്നു. സാർ അതൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ, നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 2 ആഴ്ച മുന്നേ നമുക്കതൊരു സ്വപ്നമായിട്ട് കാണിച്ചു തരും. അത് സ്വപ്നം ആർക്കെങ്കിലും അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടാണ് ദൈവമേ ഇത് എനിക്ക് കാണിച്ചു തന്ന സ്വപ്നമാണല്ലോ. അതിലൊരു സ്വപ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഞാനിങ്ങനെ 2 കുട്ടികൾ കുളത്തിൽ മരിച്ച് കിടക്കണ സ്വപ്നമായിരുന്നു. അത് സാറിനോട് പറഞ്ഞു. അപ്പോഴാണ് സാറ് എനിക്ക് ഇങ്ങനെ പേടി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കാലത്തും വൈകിട്ടൊക്കെ ഒരുപാട് കാലത്ത് വിളക്ക് വെച്ച് അങ്ങനെ ഇതാക്കുന്നല്ലാതെ വൈകിട്ട് ഒരുപാട് നേരം നാമം ചെല്ലും വിളക്ക് വെച്ചിട്ട്. അപ്പം എനിക്കിങ്ങനെ പേടി കയറി. ആൾക്കാർ പറഞ്ഞു നിനക്ക് ഭക്തി കൂടിപ്പോയി, അപ്പം അതുകൊണ്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം ഇതെന്താണെന്നൊന്നും അറിയണമല്ലോ. അപ്പോഴാണ് സാറ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പം സാറിനോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ സാധന മാർഗങ്ങൾ ചെയ്ത കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. അപ്പം അതിൽ തന്നെ തുടരുമെന്ന് പറഞ്ഞു. ഈ സാറിൻ്റെ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും സംസാരിക്കണ്ടേ, അപ്പോൾ ഞാൻ കൂടുതൽ സമയം എടുക്കണില്ല. അപ്പോൾ എല്ലാവരുടെ അനുഭവങ്ങളും പറയാം. എന്തായാലും ഈ ഒരു വേദി ഞാൻ കുറേ നാൾ മുന്നേ സ്വപ്നം കണ്ടതാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഗുരുവായൂരപ്പൻ്റെ ഈ പാട്ട് എനിക്ക് പാടണം എന്ന് ആ സ്വപ്നത്തിലേക്ക് സാറാണ് എത്തിച്ചത്. അത് സാറിനുള്ള സമ്മാനമായിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും സാറ് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് സാറിനെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച ചേട്ടന്മാർ ആരൊക്കെയെന്നറിയില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എന്താ പറയുക, നമ്മൾ സാറ് പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാവരും യോഗ ചെയ്തിട്ടൊന്നല്ല. അത് എൻ്റെ വിശ്വാസം. ഞാൻ എന്താ വെച്ചാൽ, നമ്മൾ യോഗ ചെയ്യണമെന്നൊന്നുമില്ല. സാറിന് യോഗ ചെയ്യണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാതും നല്ലതാണ്. പക്ഷേ നമ്മളെ ഏറ്റവും വേണ്ടത്, നമ്മൾ ആരെയും സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല അവരെ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ സഹായിക്കുക. ഇനി സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇത്രയും നമ്മൾ ചെയ്ത് നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. സാറിന് ഒരുപാട് നന്ദി എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു പാട്ട് പാടുന്ന ഒരു അവസരം തന്നെ. അപ്പോൾ എന്തായാലും ഈ വേദിയിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഒരുപാട് നന്ദി. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അമ്മേനെ ഞാൻ 2-3 വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പം അങ്ങനെ എല്ലാവരെയും അനുഭവങ്ങൾ കേൾക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ കാര്യം ഇപ്പം തന്നെ പറഞ്ഞാൽ, ഒരു ഉന്നയിച്ച ഒരു പ്രശ്നം സ്വപ്നങ്ങൾ ആണ്, നമുക്ക് ദൃശ്യങ്ങളാണ്. നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ഉണർച്ച ഉണ്ടാവുന്ന ആളുകൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദർശനങ്ങളായിട്ട് വരും. അപ്പോൾ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഇപ്പോൾ 2 കുട്ടികൾ വെള്ളത്തിൽപ്പെട്ട് മരിച്ചതിൻ്റെ കാണുമ്പോൾ നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. അതിനെ മാറ്റാനുള്ള വിദ്യയും അത് പ്രകൃതി നമുക്ക് മുൻകൂട്ടി തരുന്നതാണ്, അതിനെ നിയന്ത്രിക്കാനുള്ള അത്. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പം തന്നെ നമ്മൾ അഫർമേഷൻ ചെയ്യാം. ഇത് ആ കുട്ടികളെ പിന്നെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ അഫർമേഷൻ ചെയ്യുക, സ്വപ്നം കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വിഷൻ മനസ്സിലുറപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ
സ്വപ്ന ദർശനം നൽകിയ പ്രകൃതി തന്നെ ആ ഒരു നടക്കാൻ പോകുന്ന കാര്യത്തെ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. ഈ തന്നെ പലരും ഇങ്ങനെ വിളിക്കലുണ്ട്, ദർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഭയമാവുന്നു. കാരണം ഇത് ചിലതൊന്നും ആരോടും പറയാനും പറ്റില്ല, അവരെ ബാധിക്കുന്ന സ്വപ്നമായിരിക്കും കാണുന്നത്. അപ്പോൾ അവർക്കൊരു മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് അവരോട് പറയാനും പറ്റില്ല. അപ്പോൾ ഭയം വരുന്നു എന്ന് പറയലുണ്ട്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ഒരു സവിശേഷമായി പ്രകൃതി ആ ആത്മീയമായ ഉന്നതിയിലെത്തിയ ആളുകൾക്ക് പ്രകൃതി നൽകുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്നെ മാറ്റാം. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തിരിച്ച് അത് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആശങ്കപ്പെടേണ്ടതില്ല. ദർശനങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതിൽ ആശങ്കപ്പെടേണ്ടതേ ഇല്ല.